പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലഡുവും കൂടെയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ട് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4-5 ടേബിൾ സ്പൂൺ നെയ്യിൻ്റെ ആവശ്യമുണ്ട്. നെയ്യും പഞ്ചസാരയൊക്കെ അത്യാവശ്യം ചേർത്താലല്ലേ ഉള്ളൂ ഈ ഒരു ലഡു നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. 1.5 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഈ ചൂടായ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാനിതാ ഇതുപോലത്തെ കപ്പിലാണ് കേട്ടോ അളന്നെടുത്തിട്ടുള്ളത്. 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ്. അപ്പോൾ 1 മിനിറ്റ് വരെയൊക്കെ ഒന്ന് റവ ഒന്ന് ചൂടാക്കി കിട്ടട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ റവ എടുത്തത് 1.5 കപ്പാണ്. അപ്പോൾ 2.5 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ ഇപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി എടുക്കാം. ഇതിലേക്ക് ഇനി മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ ആദ്യം 3/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഓറഞ്ച് ഫുഡ് കളർ ഒരു നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കളർ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ നമുക്കൊരു ലഡു കിട്ടും. അതിനുശേഷം നല്ലൊന്ന് ഇളക്കി എടുക്കുക. കട്ടയായിട്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ കിടക്കുന്നത്. പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ലൂസായി തുടങ്ങും. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നതിനനുസരിച്ച് ഇതൊന്ന് ലൂസായി തുടങ്ങും. നമുക്ക് പാനിൽ നിന്ന് വിട്ടു വരുന്നൊരു പാകമുണ്ട്. അപ്പോൾ അതുവരെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ റവയല്ലേ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടുമല്ലോ. ഇതിലേക്ക് എനിക്ക് കുറച്ചും കൂടെ മധുരത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് റവയിലേക്ക് 1 കപ്പ് പഞ്ചസാര തന്നെ വേണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒന്ന് കുറുക്കിയെടുത്ത് ആ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ടുണ്ടാക്കുമ്പോൾ. അതിനുശേഷം നല്ല ഇളക്കി കൊടുക്കാം. പാനിൽ നിന്നൊക്കെ നല്ല വിട്ട് വരണം. അപ്പം അതുവരെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ലഡു. നല്ലൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 സ്പൂണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി തന്നെ വേണമെന്നില്ല. ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പോ ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലൊന്ന് ഇളക്കിയെടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ലഡു ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല നുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കറുത്ത ഉണക്കമുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാൻ. കയ്യിൽ കുറച്ച് നെയ്യ് ആക്കിയെടുക്കുക. അതിന് ശേഷം ചൂടോട് കൂടി തന്നെ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ലഡു ആക്കി എടുക്കാൻ വേണ്ടത്. കൈകൊണ്ട് തൊടാൻ പാകത്തിനുള്ള ചൂടായിരിക്കണം കേട്ടോ ഇതിന്. ഒരു ഉണക്കമുന്തിരിയും കൂടെ അതിന് മേലെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതാ ഉണ്ടാക്കിയിട്ടുള്ള ലഡു ഒക്കെ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ചെടുക്കുകയാണ്.
അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുക എന്നുണ്ടെങ്കിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസി ലഡുവും കൂടെയാണ്. ആ നെയ്യും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നമ്മൾ പറഞ്ഞ രീതിയിൽ ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.